الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തുടനീളം തഖ്വയോടുകൂടി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടുന്നത് പോലെ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അർഹമുർ റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചിട്ടുള്ളത് അവരെ ഇബാദത്ത് ചെയ്യുവാനും അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുമാണ്. അതവർ പാലിക്കുകയാണ് എങ്കിൽ അവർക്ക് ഇഹത്തിലും പരത്തിലും യാതൊരു ഭയവും വ്യാകുലതയും ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു വാഗ്ദാനം നൽകിയിട്ടുമുണ്ട്. അള്ളാഹുവിൽ നിന്ന് അകലുകയും തിന്മകളിൽ വിരാജിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റിപ്പോകുന്നത്. നമുക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ ലക്ഷ്യത്തിൽ നിന്ന് മാർഗത്തിൽ നിന്നും മാറുമ്പോൾ തിന്മകളിൽ അകപ്പെട്ടു പോകും. തിന്മകൾ അധികരിക്കുമ്പോൾ മനുഷ്യന് മനസ്സമാധാനം നഷ്ടമാകും, ജീവിതത്തിന്റെ സന്തോഷം നഷ്ടമാകും. എപ്പോഴും വ്യാകുലമായ ഒരു മനസ്സ് ആണ് അവർക്കുണ്ടാകുക. അതുകൊണ്ട് തന്നെ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു മുഅ്മിനിന്റെ ലക്ഷണം. അങ്ങനെ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കണമെങ്കിൽ നാം ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് ചില കാര്യങ്ങളുണ്ട്. അതിന്റെ ചില കാര്യങ്ങളെ കുറിച്ച് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പരാമർശിക്കുകയുണ്ടായി. ഇനിയും ധാരാളം വിഷയങ്ങളുണ്ട്. അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയുക.
ഒരു മനുഷ്യന് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടുന്ന, മനസ്സിലുണ്ടാകുന്ന, കൊണ്ടുവരേണ്ടുന്ന ഒരു കാര്യമാണ് ഞാൻ ആരാണ് എന്നറിയുക. ഞാൻ ആരാണ്, എനിക്കെന്താണ് പ്രത്യേകത ഈ ഭൂമിയിലുള്ളത് എന്നൊരു മനുഷ്യൻ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവജാലങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലാഹു മനുഷ്യനെ ആദരിച്ചിട്ടുണ്ട്. വലഖദ് കറംനാ ബനി ആദം, തീർച്ചയായും അല്ലാഹു ആദം സന്തതികളെ, മനുഷ്യരെ അവൻ ആദരിച്ചിരിക്കുന്നു. വിശിഷ്ടമായ ഒരു സ്ഥാനവും പദവിയും അല്ലാഹു മനുഷ്യന് നൽകിയിട്ടുണ്ട്. ഏറ്റവും നല്ല രൂപത്തിൽ, ഏറ്റവും ശ്രേഷ്ഠമായ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് നോക്കൂ. അതുകൊണ്ട് തന്നെ ആ ശ്രേഷ്ഠത, നമ്മളെ അല്ലാഹു സൃഷ്ടിച്ച ആ ശ്രേഷ്ഠത നമ്മൾ ജീവിതത്തിൽ നിലനിർത്തണം. ഞാൻ അല്ലാഹു ഇഷ്ടപ്പെടുന്ന, ഈ ഭൂമിയിൽ അല്ലാഹു സൃഷ്ടിച്ച ഔന്നത്യമുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് എന്റെ നിലയും വിലയും വിട്ടുകൊണ്ട് ഞാൻ പ്രവർത്തിക്കരുത് എന്ന ഒരു ബോധം മനുഷ്യനുണ്ടാവണം എന്നുള്ളതാണ്. അതിനെ സംസ്കരിക്കാൻ ശ്രമിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ആ മനുഷ്യത്വത്തെ, ആ മനുഷ്യന്റെ ജീവനെ സംസ്കരിച്ചവൻ, ആത്മാവിനെ സംസ്കരണത്തിന്റെ പ്രവർത്തികൾ ചെയ്തവൻ വിജയിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹാ. അതിനെ മലീമസമാക്കിയവൻ, അതിനെ പരാജയപ്പെടുത്തിയവൻ പരാജയപ്പെടുകയും ചെയ്തു. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അൻ-നുഫൂസു ശരീഫ, ഏറ്റവും വിശിഷ്ടമായ ആത്മാവ്, ലാ തർദാ മിൻ അശ്യാഇ ഇല്ലാ ബിഅലാഹാ വഅഫ്ളിഹാ വഅഹ്മദിഹാ. അത് ഏറ്റവും ഉന്നതമായ കാര്യങ്ങളും ഏറ്റവും ശ്രേഷ്ഠമായ പ്രയോജനപ്രദമായ നല്ല കാര്യങ്ങളും മാത്രമാണ് എപ്പോഴും നല്ല ശ്രേഷ്ഠമായ ആത്മാവുകൾ തേടിക്കൊണ്ടിരിക്കുക. എന്തൊരു കാര്യത്തിലും നല്ലതേ അവർ തേടൂ, നല്ലതേ അവർ ചെയ്യുകയുള്ളൂ. ദുനിയാവിലും ആഖിറത്തിലും ഗുണമുള്ള കാര്യങ്ങളിലെ അവർ വിരാജിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആ ക്വാളിറ്റി, ആ ഒരു ശ്രേഷ്ഠത ആ ആത്മാക്കൾ പരിഗണിക്കും എന്നാണ്. അവര് മ്ലേച്ഛമായ കാര്യങ്ങളിൽ ചെന്ന് ചാടുകയില്ല. മോശമായ ആത്മാക്കള്, താഴ്ന്ന പടിയിലുള്ള ആത്മാക്കള്, അവർ അവര് അശ്ലീലങ്ങളിലും അതുപോലെ ആഭാസത്തരങ്ങളിലുമാണ് അവർ ആകൃഷ്ടപ്പെടുക. അവർക്ക് എപ്പോഴും ഇഷ്ടം വൃത്തികെട്ട കാര്യങ്ങൾ പറയുക, കേൾക്കുക, പ്രവർത്തിക്കുക, ചിന്തിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവർക്ക് ഉണ്ടാവുക. നല്ല കാര്യങ്ങൾ അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അത് താഴ്ന്ന ആത്മാക്കളുടെ ലക്ഷണമാണ് എന്ന് മഹാനവർ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഈച്ചയെ പോലെയാണ് അവര് എന്നാണ്. ഈച്ച എത്ര നല്ല സാധനത്താലും ഈച്ചക്ക് വേഗം ഇഷ്ടം എന്താണ്? ചീഞ്ഞതും അളിഞ്ഞതും മോശപ്പെട്ട സംഗതി. ഈച്ച അവിടെയാണ് വേഗം പോയിരിക്കുക, അല്ലെ? ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു പുണ്ണുണ്ടെങ്കിൽ അത് ഈച്ച മണത്തറിഞ്ഞു വന്ന് അതിലൊന്നിരിക്കും. അതേപോലെയാണ് മോശപ്പെട്ട താഴ്ന്നവരുള്ള ആത്മാക്കള്, തിന്മ തേടി നടക്കുന്ന ആളുകളാണ് അവര്. എന്നാൽ വന്നഫ്സു ശരീഫത്തുൽ അലിയ, ഉന്നതമായ ആത്മാക്കളുണ്ടല്ലോ, ലാ തർവാ ബിൽമുൽമി വലാ ബിൽ ഫവാഹിഷ്, അവര് അക്രമങ്ങളോ അല്ലെങ്കിൽ വൃത്തികേടുകളോ മ്ലേച്ഛതകളോ അതിൽ അവർ തൃപ്തിപ്പെടുകയില്ല. വന്നഫ്സുൽ ഹഖീറ, എന്നാൽ നിജമായ ആത്മാക്കളാകട്ടെ, വൽ ഖസീസതു ബിൽമിത്തി മിൻ ദാലിക, അവര് ഏറ്റവും മോശപ്പെട്ട താഴ്ന്ന വൃത്തികേടുകളിലാണ് അവർ തൃപ്തി കണ്ടെത്തുക എന്നാണ്. അതുകൊണ്ട് ചിന്തിക്കുക, നമ്മുടെ മനസ്സ് എങ്ങനെയാണ്? നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ് ഏത് കാറ്റഗറിയിലുള്ളതാണ് നമുക്ക് തന്നെ വിലയിരുത്താം. കാരണം എപ്പോഴും നമ്മൾ നന്മയാണോ ഇഷ്ടപ്പെടുന്നത്, നല്ലതിലേക്കാണോ നമ്മുടെ മനസ്സ് പോകുന്നത്, അതിലേക്ക് ധൃതിപ്പെടുന്നുണ്ടോ, അതോ എന്തെങ്കിലും വൃത്തികേട് മൊബൈൽ എടുത്താലും ആ മൊബൈൽ നമ്മൾ വേഗം പോകുന്ന എടുക്കുക? നോക്കുക, നമുക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യാം നമ്മളെ തന്നെ.
ഒരു മൊബൈൽ എടുത്താൽ അതിൽ വേഗം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും പോകുന്ന എവിടേക്കാ? തിന്മയിലേക്കാണോ നന്മയിലേക്കാണോ? അതുപോലെ എല്ലാ കാര്യങ്ങളും അങ്ങനെ വരുന്നത് നമുക്ക് നമ്മൾ തന്നെ മാർക്കിടുക. എന്നിട്ടോ ആ ആത്മാവിനെ അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ച ലക്ഷ്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ആത്മാവിനെ 3 തരമായിട്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്ന കാണാൻ കഴിയും. ഒന്ന് നഫ്സുൽ അമ്മാറയാണ്, തിന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, തിന്മയോട് വലിയ ഇഷ്ടമുള്ള ഒരാത്മാവിന് അമ്മാറത്തും ബിസ്സൂ, തിന്മയിൽ ഉറപ്പിച്ചു നിർത്തുന്ന ആത്മാവാണത്. രണ്ടാമത്തെ കാറ്റഗറി അവിടുന്ന് കുറച്ചുകൂടെ നന്നായിട്ട് നഫ്സുൽ ലവ്വാമ, വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, സൂറത്തുൽ ഖിയാമ അല്ലാഹു പറയുന്നു ആ വഴക്കാളിയായ ആത്മാവാണ്. മനസ്സിൽ കുറ്റബോധം ഉണ്ടാവും, ചെയ്ത് തെറ്റായി പോയി, പറയാൻ പാടില്ലായിരുന്നു, അങ്ങോട്ട് പോകാൻ പാടില്ലായിരുന്നു, ചെയ്യരുതായിരുന്നു, മോശമായി പോയി എന്ന് നമ്മളെ എപ്പോഴും കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സ്, അതുള്ളവൻ രക്ഷപ്പെടും. പരലോകത്ത്. എന്നിട്ടോ ആ കുത്തുകൊണ്ട് ഇങ്ങനെ നന്നായി അവസാനം നഫ്സുൽ മുത്മഇന്ന, മരണത്തിന്റെ സന്ദർഭത്തിൽ മലക്കുകൾ തന്നെ വന്ന് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഓ ശാന്തമായ പരിശുദ്ധമായ സമാധാനമടഞ്ഞ ആത്മാവേ, അള്ളാഹുവിന്റെ വിധികളിലും വിലക്കുകളിലും അവന്റെ കൽപ്പനകളിലും അവരുടെ ഇബാദത്തുകളിലും അവന്റെ ഇഷ്ടങ്ങളിലും തൃപ്തിയടഞ്ഞ ഒരു മനസ്സമാധാനമുള്ള ആത്മാവേ, നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ നിന്റെ റബ്ബിന്റെ പരിപൂർണമായ തൃപ്തിയിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ വന്നവരാണ് ഞങ്ങളെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകള് അവരുടെ മരണസന്ദർഭത്തിൽ കൈകൾ നീട്ടിക്കൊണ്ട് ബഹുമാനത്തോടെ സ്നേഹത്തോടെ ആദരവോടെ വരവേൽക്കുന്നവരെ, അതാണ് ഫൈനൽ സ്റ്റേജ്. അപ്പോൾ നഫ്സുൽ അമ്മാറ ഉണ്ടാവാൻ പാടില്ല. നഫ്സുൽ ലവ്വാമയിലേക്ക് കയറുന്ന മുഅ്മിനുകൾ, എന്നിട്ട് അവിടെ നിൽക്കരുത്, അവിടെ നഫ്സുൽ മുത്മഇന്നിനെ എത്തണം. അപ്പോഴാണ് സ്വർഗം. അതുകൊണ്ട് അങ്ങനെയുള്ള ആത്മാവാകാൻ വേണ്ടി അങ്ങനെ മരിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. അടുത്തതായിട്ടോ, തിന്മ ചെയ്യാതിരിക്കണമെങ്കിൽ അല്ലാഹുവിനോട് ഇഷ്ടമുണ്ടാവണം. പരിശുദ്ധനായ അല്ലാഹുവിനോടുള്ള സ്നേഹം, അതാണ് നമുക്ക് അടുത്തപടിയായിട്ട് തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ ഉപകരിക്കുന്ന സംഗതി. അതെ, അല്ലാഹുവിനോട് ഇഷ്ടമുണ്ടാവണം. എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എന്റെ റബ്ബ്, എന്റെ ശരീരത്തിന് ശ്രേഷ്ഠത നൽകിയ നാഥൻ, എന്റെ ബുദ്ധിക്ക് കൂർമ്മ നൽകിയ നാഥൻ, എനിക്ക് ജനിച്ചു വരുമ്പോൾ നല്ല മാതാപിതാക്കൾ നൽകിയ പടച്ച റബ്ബ്, എനിക്ക് നല്ല കൂട്ടുകാരെ തന്നോ, നല്ല ഭക്ഷണം തന്നു, ജീവിക്കാൻ നല്ല സാഹചര്യങ്ങൾ ഉണ്ടാക്കി തന്നോ. എന്റെ റബ്ബിനോട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇത് എനിക്ക് നൽകാൻ ആരുമില്ല എന്ന തിരിച്ചറിവ്, റബ്ബിനോട് സ്നേഹമുണ്ടാവണം. നിങ്ങൾ ഇങ്ങനെ അങ്ങാടിയിലൂടെ നടക്കുന്ന സമയത്ത് ചില മനുഷ്യരെ നിങ്ങൾക്ക് കാണാം, ആ മുനിസിപ്പാലിറ്റി ഡബയിലേക്ക് തലയിട്ടുകൊണ്ട് അതിൽ നിന്ന് കൈകൊണ്ട് വാരിക്കുന്ന ചില ജന്മങ്ങളെ നിങ്ങൾക്ക് കാണാം. റോഡരികളിൽ അന്തം വിട്ടുകൊണ്ട് മദ്യപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ബുദ്ധിയില്ലാതെയോ കിടന്നുറങ്ങുന്ന ഉരുണ്ട് കിടക്കുന്ന മനുഷ്യരെ നിങ്ങൾക്ക് കാണാം. അത് കാണുന്നത് എന്തിനാണെന്നറിയുമോ? അത് റബ്ബ് കാട്ടിത്തരുന്നത് എന്തിനാണെന്നറിയുമോ? അമ്മ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ സ്ഥാനത്ത് നെയ്യുണ്ടാകുമായിരുന്നു. ആ കച്ചവടത്തിലേക്ക് തലയിട്ട ഭാഗത്ത് നെയ്യാണെങ്കിൽ, അങ്ങനെയില്ലാതെ നല്ല ഒരു ഡ്രസ്സും നല്ല ഒരു അഡ്രസ്സും നല്ല ഒരു ജീവിതവും നിനക്ക് നൽകിയ നിനക്കത് കാണിച്ചു തരികയാണ്. ഞാൻ ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങളെയും ഇപ്രകാരമാക്കുമായിരുന്നു. നമ്മളും ഏതെങ്കിലും തെറ്റിങ്കാനുകളിലോ അനാഥാനങ്ങളിലോ ഉണ്ടാകുമായിരുന്നു, ഏതെങ്കിലും ഭ്രാന്താശുപത്രികളിൽ ഉണ്ടാകുമായിരുന്നു, റോഡരികിൽ ബുദ്ധിയില്ലാതെ കിടക്കുമായിരുന്നു. അതൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ പറയണം, മനസ്സ് തുറന്ന് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, കണ്ണ് നിറഞ്ഞു പോകണമേ, ഈ അവസ്ഥയിൽ ഞാനായിരുന്നെങ്കിലോ. അങ്ങനെ റബ്ബിനോട് സ്നേഹമുണ്ടാകണം, അള്ളാഹിനോട് ഇഷ്ടമുണ്ടാകണം, അവരുടെ അനുഗ്രഹങ്ങളിൽ തൃപ്തി ഉണ്ടാവണം. എങ്കിൽ ആ അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു കാര്യം മനസ്സനുവദിക്കില്ല, വലിയ തിന്മകളിലേക്കൊന്നും ചെയ്യില്ല, പോകില്ല. ആ റബ്ബിനോട് ഒരു ഇഷ്ടമുണ്ടെങ്കിൽ. അതുപോലെ തന്നെ പിന്നെ തിന്മ ചെയ്യാതിരിക്കണമെങ്കിൽ
ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. ആവശ്യമില്ല, അന്ന് അധികം ആൾക്കാർ അതിന്റെ പിന്നാലെ അല്ലെ. സോഷ്യൽ മീഡിയ ആണെങ്കിലും ശരി, ജീവിതത്തിന്റെ മറ്റു ഭാഗങ്ങളാണെങ്കിലും ശരി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിട്ടുവെക്കുക. ഒരു കല്യാണമാണെങ്കിലും, ഒരു ജനനമാണെങ്കിലും, അതുപോലെ ഒരു മരണമാണെങ്കിലും, എന്തൊരു കാര്യമാണെങ്കിലും അള്ളാഹ് ഇഷ്ടപ്പെടാത്ത അനാവശ്യമായ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ട് കുറെ പൈസ ചെലവാക്കിയിട്ട് ഈമാൻ കളഞ്ഞ് കുറെ ആളുകളെ സമയം കളഞ്ഞ് അങ്ങനെ അനാവശ്യമായ കാര്യങ്ങൾ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും മാറ്റി നിർത്തുക. എങ്കിൽ തിന്മയിൽ നിന്ന് മാറിപ്പോകും. ഇസ്ലാമിക രാജ്യമായ സ്പെയിൻ 100% മുസ്ലിങ്ങളായിരുന്ന, ലോകത്ത് ആദ്യത്തെ റിസർച്ച് സെന്റർ ഉണ്ടായിരുന്ന, സയൻസ് റിസർച്ച് ഉണ്ടായിരുന്ന സ്പെയിൻ, ആ സ്പെയിനിന് കീഴടക്കാൻ 3 യുദ്ധം നടത്തിയിട്ടും കഴിയാതെ അവർ കൂടിയാലോചിച്ചപ്പോൾ അവർ കണ്ടെത്തിയ ഉപാധി എന്താ അവർ കീഴടക്കാൻ പറ്റാത്തത്? എന്തൊക്കെയാ അവിടെ ഇല്ലാത്തത്? അവിടെ മ്യൂസിക് ഇല്ല, അവിടെ നൃത്തങ്ങളോ വ്യഭിചാരമോ മദ്യമോ അത്തരം ശിർക്കോ അത്തരം കാര്യങ്ങളൊന്നും ഇല്ല. എങ്കിൽ വ്യഭിചാരം കൊണ്ടുപോയാൽ അവർ സ്വീകരിക്കൂല, അല്ലെങ്കിൽ അവിടേക്ക് മദ്യം കൊണ്ടുപോയാൽ അവർ സ്വീകരിക്കൂല. അവിടേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരേ കാര്യം മ്യൂസിക്കാണ്. മ്യൂസിക് കയറ്റിവിട്. ആദ്യം മ്യൂസിക് വന്നത് ബദർപാട്ടിന്റെ രൂപത്തിൽ, ബെയ്ത്തുകളുടെ രൂപത്തിൽ, നല്ല മധുകളുടെ രൂപത്തിൽ, അതിൽ മ്യൂസിക് മിക്സ് ചെയ്തിട്ടുണ്ട് കിട്ടും. അങ്ങനെ അത് കേട്ട് ശീലിച്ച ആൾക്കാർ പിന്നെ മറ്റുള്ള മ്യൂസിക് പ്രചരിച്ചപ്പോ പിന്നെ കള്ളതിന്റെ പിന്നാലെ വന്നു, മദ്യം അതിന്റെ പിന്നാലെ വന്നു, മദ്യം പിന്നാലെ വന്നപ്പോ വ്യഭിചാരം അതിന്റെ പിന്നാലെ വന്നു. അങ്ങനെ ഈമാനില്ലാത്ത ലക്ഷ്യത്തിൽ നിന്ന് മറന്നൊരു സമൂഹമായി മാറി. വളരെ എളുപ്പത്തിൽ സ്പെയിൻ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന് ചരിത്രകാരന്മാർ ഇസ്ലാമിക ഹിസ്റ്ററിയിൽ എഴുതി വെച്ചിരിക്കുക. സ്പെയിനിന് നഷ്ടപ്പെടാണ്ടായ അവർ സ്പെയിന് പിടിച്ചെടുക്കാൻ സ്വീകരിച്ച തന്ത്രം അതായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മ്യൂസിക് എന്ന് പറയുന്നത്, സംഗീതം എന്ന് പറയുന്നത്, ഒരു ലൈറ്റ് മ്യൂസിക് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ദഫ് മുട്ടൽ, കൈമുട്ടലൊക്കെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തൊക്കെ കല്യാണത്തൊക്കെ ദഫ് മുട്ടും കൈമുട്ടും അല്ലെ. അതിന്റെ പേരിൽ ഇന്ന് മുട്ടുന്നതല്ല, ഇന്ന് ഭൂമി കുലുങ്ങുന്ന സൗണ്ടാണ് അല്ലെ. മനുഷ്യനെ അള്ളാഹുവിനെ മറപ്പിക്കുന്ന, പരലോകം നഷ്ടപ്പെടുത്തുന്ന, അവനെ എല്ലാത്തിലേക്കും പ്രേരിപ്പിക്കുന്ന തല മ്യൂസിക്കുകളും അതുപോലെ തന്നെ പ്രേമഗാനങ്ങളും അശ്ലീലങ്ങളൊക്കെ മനുഷ്യന്റെ മനസ്സിനെ ഇക്കിളിപ്പെടുത്തുന്ന, അവനെ വികാരഭരിതനാക്കുന്ന മ്യൂസിക്കുകള്, അതുപോലെ തന്നെ സംഗീതങ്ങള്, ഇത് ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ പിന്നെ എല്ലാ തിന്മകളിലേക്കും അവർ വിരാജിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അനാവശ്യമായ കാര്യങ്ങൾ ഒന്നാമത് നിൽക്കുന്ന കാര്യമാണ് മ്യൂസിക്. അത് കുടുംബത്തിന് കയറ്റിയാൽ, അത് ജീവിതത്തിലേക്ക് കയറ്റിയാൽ പിന്നീട് മറ്റുള്ള തിന്മകളെ നിന്ന് കടന്നു വരും. അതേപോലെ ഒരുപാട് അനാവശ്യമായ കാര്യങ്ങളുണ്ട്. അള്ളാഹ് ഇഷ്ടപ്പെടാത്ത, അള്ളാഹു വെറുക്കുന്ന, അള്ളാഹു റസൂല് പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരുപാട് ബിദ്അത്തുകളുണ്ട്. അതൊക്കെ ഒഴിവാക്കിയാൽ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ, മനസ്സിനെ ശുദ്ധമാക്കാൻ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അല്ലാഹു പറയുന്നു, ഖദ് അസ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ കൂടുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടുകൊണ്ട് പറയുകയാണ്, വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, ഉപകാരമില്ലാത്ത ദുനിയാവിലോ ആഖിറത്തിലോ അവർ അതുകൊണ്ട് ഉപകാരം ലഭിക്കാത്ത വ്യർത്ഥമായ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരാണ് സത്യവിശ്വാസികള്. അങ്ങനെയുള്ള ആളുകളെ വിജയിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ, അപ്പോൾ ഇയാള് മുഅ്മിനീങ്ങളെ വിജയിക്കാനുള്ള ക്വാളിറ്റീസിൽ അല്ലാഹു എണ്ണി പറഞ്ഞ കാര്യം ലഹ്വ് ഒഴിവാക്കണം എന്ന്. ആ ലഹ്വാണ് ഈ പറഞ്ഞ മ്യൂസിക്കും, അതേപോലെ തന്നെ ജീവിതത്തിന് എല്ലാം മറന്നുകൊണ്ടുള്ള കളികൾ, അതുപോലുള്ള വിനോദങ്ങൾ. അതുകൊണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉത്തരവാദിത്വങ്ങളും ബാധ്യതകളും നഷ്ടപ്പെടുത്തുന്ന, നന്മകൾ ചെയ്യാൻ വിഘാതമാകുന്ന അല്ലെ, രാത്രിയിൽ എഴുന്നേറ്റിട്ട് വേൾഡ് കപ്പ് കാണും, ഒരു സുബഹിന്റെ നേരത്തെ കിടന്നുറങ്ങും. അതൊക്കെ ലഹ്വാണ്. കളി ഇബാദത്തുകളോ തന്റെ ഉത്തരവാദിത്വങ്ങളോ നിറവേറ്റുന്നതിൽ നിന്ന് അവനെ തടയുന്നുവെങ്കിൽ ആ കളികളൊക്കെ ലഹ്വാണ്, അനാവശ്യ കാര്യങ്ങളാണ്. അങ്ങനെ ലഹുവിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടുന്ന വലിയൊരു വിഷയം തന്നെയാണ്.
അങ്ങനെ അതിൽ നിന്ന് വിട്ടുനിന്ന് കഴിഞ്ഞാൽ തിന്മകളിൽ നിന്ന് അകലാൻ കഴിയും. അതേപോലെ തന്നെ മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, ഇളാഅത്തുൽ വഖതി അശദ്ദു മിനൽ മൗത്. തിന്മകളിൽ സമയം പാഴാക്കുന്നത് മരണത്തേക്കാൾ വലിയ കഠിനമായ കാര്യമാണ്. ലിഅന്നൽ മൗത യഖ്തഅ അനി ദുനിയ. മരണം ദുനിയാവിൽ നിന്നുള്ള ബന്ധമാണ് മുറിച്ചു കളയുന്നതെങ്കിൽ ഇളാഅത്തുൽ വഖതി സമയം പാഴാക്കല് തഖതഅ അനില്ലാഹ്. അള്ളാഹുവുമായുള്ള ബന്ധമാണ് അനാവശ്യമായി സമയം ചെലവാക്കുമ്പോൾ മുറിഞ്ഞു പോകുന്നത്. പരലോകത്തെ കുറിച്ചുള്ള നിന്റെ മാനസിക ആ അവസ്ഥയും അനാവശ്യമായ സമയം ചെലവാക്കലിൽ മുറിഞ്ഞു പോകുന്നു. അതുകൊണ്ട് സമയം പാഴാക്കുക എന്നുള്ളത് വലിയൊരു കുറ്റമാണ്. നാളെ പരലോകത്ത് അല്ലാഹു ചോദിക്കും, നിന്റെ സമയത്തെ കുറിച്ച് വിചാരണ ചെയ്യുമ്പോഴേ അല്ലാഹു ചോദിക്കും, നിന്റെ ആയുസ്സിനെ കുറിച്ച് ചോദിക്കും. നിന്റെ ആയുസ്സിന്റെ ഓരോ സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും നീ എങ്ങനെയാ ചെലവഴിച്ചത്? മരണമാസന്നമായ ഒരു മനുഷ്യന് കോടികളായി ഈ ദുനിയാവ് മുഴുവൻ കൊടുക്കാമെന്ന് പറഞ്ഞാലും ഒരു ദിവസം പോയി ഒരു മണിക്കൂർ പോലും അതാ ഫ്ലൈറ്റിൽ മകൻ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്, പടച്ചവനെ അവന്ന് വന്ന് കണ്ടിട്ട് മരിക്കട്ടെ എന്ന് പറയാ ഉണ്ടാവില്ല. എയർപോർട്ടിൽ വാപ്പയെ വിളിക്കാൻ പോയ 4 വയസ്സുകാരൻ വാപ്പ വന്ന കാറിന്റെ വാപ്പയെ കാത്തിരിക്കുമ്പോ ആ വാപ്പയുടെ കീഴിൽ ഓടിപ്പോകുമ്പോ അവിടെ വന്ന മറ്റൊരു കാറടിച്ചുകൊണ്ട് വാപ്പയുടെ മുന്നിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്ന രംഗങ്ങള് നമ്മൾ കണ്ടതാണ്, കേട്ടാളുകളാണ്. ആ വാപ്പാറെന്ന് കാണാൻ ഒരു ദിവസം കൂടി ജീവിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സമയമായാൽ നഷ്ടമാകും ജീവിതം. അതുകൊണ്ട് അത് നഷ്ടമാകാതെ ലാഭമാകാൻ ജീവിച്ചിരിക്കുമ്പോ സമയം നഷ്ടപ്പെടുത്തരുത്. അതുപോലെ തന്നെ ജീവിതത്തിന്റെ നൈമിഷിക ബോധം നമുക്കുണ്ടാവണം. ജീവിതം ചെറുതാകുന്ന ബോധമുണ്ടാകണം. ചില ആളുകളെ വിചാരം ഞാൻ മരിക്കൂല മരിക്കൂല, നാളെ പോകാം. ഏതൊരു നല്ല കാര്യത്തിന് വിളിച്ചാലും നല്ല കാര്യം പറഞ്ഞ അടുത്ത ആഴ്ച പോകാം, നാളെ പോകാം. ഇങ്ങനെ അപ്പൊ നാളെ ഉണ്ടാവുമെന്ന ഉറപ്പ്, അടുത്ത ആഴ്ച ഉണ്ടാവുമെന്ന ഉറപ്പ് അല്ലെ? അപ്പോൾ നമുക്ക് നിർബന്ധമായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ മരിച്ചുപോയ ഒരു രക്ഷയില്ല. അതിലൊരു കാര്യമാണ് ഖുർആൻ പഠിക്കുക എന്നുള്ളത്. ഖുർആൻ ഓതാനറിയാതെ ഖുർആൻ മനസ്സിലാക്കാതെ മരിച്ചാൽ അവന് പരലോകത്ത് ശിക്ഷ ഉണ്ട്. ഖബറിനെ ചോദിക്കുന്ന ഖബറിനെ ചോദിക്കും, നീ എന്താ പഠിച്ചത്, നീ എന്താ വിശ്വസിച്ചത്? അത് അള്ളാഹുവിന് മറുപടി പറയണം. എത്ര ആളുകൾ ഇപ്പോഴും കൊണ്ട് ഖുർആൻ ഓതാൻ അറിയാത്ത ആൾക്കാർ ജീവിതത്തിൽ എന്തൊക്കെ സമ്പാദിച്ചു, എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ നേടി, എന്നിട്ടും ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ രക്ഷയുടെ നിദാനമായിട്ട് നമ്മുടെ കാറ്റലോഗായിട്ട് അള്ളാഹു നമുക്ക് തന്ന വേദഗ്രന്ഥം ഒന്ന് വായിക്കാൻ നാം നമസ്കാരത്തിൽ വരുന്ന സുഹൃത്തുക്കളുടെ അർത്ഥം പോലും ഒന്ന് അറിയാതെ നമ്മൾ മരിച്ചുപോയാൽ അവനേക്കാൾ നഷ്ടപ്പെട്ട പാപി ആരാവുന്നത്? ഇത്രക്ക് ബുദ്ധിയും സമയവും എല്ലാം തന്ന റബ്ബ്, ആ റബ്ബിന്റെ കലാപങ്ങൾ പഠിക്കാൻ കഴിയാതെ പോകുന്നതിനേക്കാൾ ഭാഗ്യം കെട്ടവനാരാവുന്നത്? എത്ര പറഞ്ഞാൽ എന്ത് കേട്ടാലും പിന്നെ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നൈമിഷികതയെ കുറിച്ച് ആ നശ്വരതയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ പറ്റില്ല അല്ലേ? അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ മനസ്സിലാകാത്ത, കേൾക്കാത്ത, അനുസരിക്കാത്ത ആളുകളോട് അല്ലാഹു പറയുകയാണ്, ഓ നബിയേ, അവരെ വിട്ടേക്കുക നബിയേ, അവരിങ്ങനെ തിന്നട്ടെ, അവരിങ്ങനെ ആനന്ദിക്കട്ടെ, അവരെന്ന് വിട്ടേക്കുക. അവരുടെ അതിമോഹം അവരെ വല്ലാതെ അങ്ങ് അശ്രദ്ധമാക്കിയിരിക്കുമോ? അതിമോഹം അശ്രദ്ധമല്ല. അതിമോഹം അതൊക്കെ പടച്ചോ കൊടുത്തിരുന്നു, അതാണ് അതിമോഹം എന്ന് പറയുന്നത്. അമല് ചെയ്യാതെ പ്രതീക്ഷ മാത്രം വെച്ച് പുലർത്തുന്ന ആൾക്കാർ അവർ അതിമോഹികൾ എന്നാ പറഞ്ഞത്, ഭാഗ്യം കെട്ടവരെന്നാ പറഞ്ഞത്. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, അവരെ വഴിയെ അവരെ മനസ്സിലാക്കി പോകണം, അറിഞ്ഞോണം. അതുകൊണ്ട് അവരെ വിട്ടേക്കണേ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സമയം തീർന്നു പോവുകയാണ് ജീവിതത്തിൽ. എപ്പോഴാ മലക്കുൽ മൗത്ത് ഇസ്ലാം വരിക? നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴാ മയ്യത്തും കെട്ടിൽ വരിക? എപ്പോഴാ ആളുകളെ ചയറും ഷാബിഹിയും കൊണ്ട് പന്തലിടാനും നിരത്താനും വരിക എന്ന് നമുക്കറിയില്ല. ഇന്ന് ഞാനിട്ട ഈ ഡ്രസ്സ് അത് ഞാൻ അഴിക്കുമോ അതോ മറ്റൊരാളുടെ ബ്ലേഡ് കൊണ്ടുള്ള അഴിക്കലാണോ ഉണ്ടാവുക?
കീറി മുറിക്കലാണോ എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് നന്മകൾ ചെയ്യാൻ ധൃതി കൂട്ടുക, സമയം കണ്ടെത്തുക. അതേപോലെ തന്നെ നോക്കൂ, പറയുന്ന കാണാൻ കഴിയും മഹാനായ അലി ഇബ്നു അബീ താലിബ്, ഇന്നമാ അഖ്ശാലൈക്കും മിസ്ലൈൻ, ഞാൻ നിങ്ങളുടെ പേരിൽ രണ്ട് കാര്യങ്ങളാണ് ഭയപ്പെടുന്നത്. ഒന്ന് തൂറൽ അമൽ, നീണ്ട ആഗ്രഹങ്ങള്, അതിമോഹങ്ങള്, എത്ര ചിലരം മതിയാവില്ല, പിന്നെ എന്തിന് ഇങ്ങനെ വാരിക്കൂട്ടണം, അത് വേണം ഇത് വേണം എന്നുള്ള ഈ മോഹണ്ടല്ലോ ജീവിതത്തിൽ എല്ലാ രംഗത്തുമുള്ള അവസാനമില്ലാത്തൊരാഗ്രഹം, അതെനിക്ക് ഭയമാണ്. അതുപോലെ തന്നെ സ്വന്തം തന്നിഷ്ടത്തോടെ കൂടി പിൻപറ്റുക, തന്നിഷ്ടത്തെ പിൻപറ്റുക. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങളെ നീണ്ട അറ്റമില്ലാത്ത ആഗ്രഹങ്ങള് പരലോകത്തിനെ നിങ്ങളെ മറപ്പിച്ചു കളയും. ഇബാദത്ത് ചെയ്യാൻ സമയം ഉണ്ടാവില്ല, നന്മകൾ ചെയ്യാൻ സമയമുണ്ടാവില്ല. ഈ ആഗ്രഹത്തിന്റെ പിന്നാലെയുള്ള പോക്കെ പരലോകം നിങ്ങളെ മറന്നു കളയും. തന്നിഷ്ടത്തെ പിൻപറ്റലുണ്ടല്ലോ, സത്യത്തെ നിങ്ങളിൽ നിന്ന് തടഞ്ഞു കളയും. കാരണം സ്വന്തം ഇഷ്ടമാവരുത്, സത്യം അവിടെ പ്രശ്നമില്ല. അതുകൊണ്ട് ഈ രണ്ട് കാര്യവും ഭയാനകമാണ്, അത് തിന്മകളിലേക്ക് നിങ്ങളെ നയിക്കുമെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മളെ ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യമായ ഗുണങ്ങൾ സ്വീകരിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് كثيرا طيبا مباركا فيه ربنا ويرضى وصلى الله وسلم على نبينا محمد وآله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, യഥാർത്ഥ മുത്തഖീങ്ങളായി ഇവിടെ ജീവിക്കുകയും പരിപൂർണ മുത്തഖിയായി മുസ്ലിമായി മാത്രം ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പോവുകയും ചെയ്യണേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ വീണ്ടും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ തുണയ്ക്കുമാറാകട്ടെ. അപ്പൊ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ, നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ വെറുതെ കേൾക്കലല്ല, ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും എന്നിട്ട് അതിന്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കണ്ട് സന്തോഷിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അല്ലാഹുവേ, നിന്നെ അനുസരിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ വഅൽഹിഖനി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, മുസ്ലിമായി എന്നെ മരിപ്പിക്കുകയും സ്വാലിഹീങ്ങളുടെ കൂടെ എന്നെ ചേർക്കുകയും ചെയ്യണം. എപ്പോഴും അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. നന്മകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരുപാട് തിന്മകളിലൂടെ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. 5 നേരം റബ്ബിനോട് പ്രാർത്ഥിക്കണം. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹ്, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ് എന്ന് അല്ലാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ദൃഢമായ ഉറച്ച ഒരു ഈമാൻ കൊണ്ട് മാത്രമേ ഈ കാലഘട്ടത്തിൽ നമുക്ക് സ്വർഗം നേടാനും നന്മകൾ ചെയ്യാനും കഴിയുകയുള്ളൂ. നമ്മൾ തിരിച്ചറിയണം. അത്തരം ഈമാൻ ഉണ്ടെങ്കിൽ ഏത് തിന്മയിലും നമ്മളെ രക്ഷിക്കാൻ കഴിയും. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, ആ യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്ക് വലിയൊരു ഗുണപാഠമാണുള്ളത്. ആ കൊട്ടാരത്തിലെ ആ രാജ്ഞി ആരും തടുക്കാനില്ലാത്ത, ചോദ്യം ചെയ്യാനില്ലാത്ത ആ മറയ്ക്കുള്ളിൽ തിന്മയ്ക്ക് വേണ്ടി പ്രേരിപ്പിച്ചപ്പോൾ യൂസുഫ് അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. ജയിലിൽ കിടന്നുകൊണ്ടവിടുന്ന് അതനുസരിക്കാതെ ജയിലിൽ പോകേണ്ടി വന്നപ്പോൾ ജയിലിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. എന്റെ രക്ഷിതാവേ, ആ പെണ്ണെന്നെ വിളിച്ച ആ തിന്മയിലേക്ക് പോകുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഈ ജയിലിന്റെ ഈ അറകളാണ്. പടച്ചവനെ, ഈ തടവറയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നീ എന്റെ മനസ്സിനെ മാറ്റിയിട്ടില്ലായിരുന്നുവെങ്കിൽ ആ പെണ്ണിന്റെ തന്ത്രത്തിൽ ഞാൻ പെട്ടുപോകുക തന്നെ ചെയ്യുമായിരുന്നു അല്ലാഹ് എന്ന് റബ്ബിനോട് പറയുന്ന വാക്കും. ഞാൻ വിവരമില്ലാത്ത ആളുകൾ ഞാൻ പെട്ടുപോകുമായിരുന്നു. പടച്ചവനെ, എന്റെ മനസ്സിനെ നീ മാറ്റിയിട്ടില്ലായിരുന്നുവെങ്കിൽ
അതുകൊണ്ട് ഏത് പ്രതിസന്ധികളിലും പ്രതികൂല സാഹചര്യത്തിലും തിന്മകൾ നമുക്ക് മാറി നിൽക്കാൻ കഴിയണമെങ്കിൽ മനസ്സിൽ പടച്ചവനോട് വല്ലാത്തൊരു ഇഷ്ടവും ഒരു ഭയവും ഉണ്ടാകണം, അല്ലെങ്കിൽ നമ്മളതിൽ പെട്ടുപോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ, തിന്മയുടെ സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹുവിനുള്ള ഈമാൻ മനസ്സിൽ നിറഞ്ഞു നിൽക്കാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ധാരാളം നമ്മുടെ സഹോദരങ്ങൾ ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി രോഗികളായിട്ടുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ആരോഗ്യമുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞ നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ, അള്ളാഹുവെ അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണമേ റഹ്മാനേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ولا تشبه القنا بالنار، ولا تجعلنا من حطب النار، فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وآله والحمد لله رب العالمين.